കണ്ടുപിറന്ന മുഖങ്ങൾ ഇങ്ങനെ വരുന്നു, കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ വരുന്നു. ഓയ് ഒത്തിരി സന്തോഷം കേട്ടോ, ഒത്തിരി നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ, ഈ ഞായറാഴ്ച ഇവിടെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. നിങ്ങൾ ബോബനും മോളിൽ നായ്ക്കുട്ടീനെ പോലെ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ അല്ലേ? ഒരേ സംഘടനയുടെ ബലങ്ങളാണ്. അമ്മയിൽ ചെയ്യുന്ന പ്രവൃത്തി നമ്മളറിയാം, എത്രയത്ര നല്ല പ്രവൃത്തി ചെയ്യുന്നു. മായിൽ എത്രയത്ര നല്ല പ്രവൃത്തി ചെയ്യുന്നു. ഇതിന് സമൂഹത്തിലേക്ക് അറിയിക്കാൻ വേണ്ടി ഇത്തവണ ഞങ്ങൾ തന്നെ ഇവിടെ എത്തി. സമൂഹം അറിയണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ. അഭിമാനമല്ലേ? സത്യമായിട്ട്. കാരണം ഇപ്പം സേഫാണ്. കാരണം അമ്മ എന്ന സംഘടനയുടെ അംഗമായതുകൊണ്ട് മാ എന്ന സംഘടനയിലും ആത്മാ എന്ന മൂന്ന് സംഘടനയിലും ഞാൻ അംഗമാണ്. പിന്നെ നമുക്ക് ഭയങ്കര ഒരു സെക്യൂരിറ്റി തരുന്നുണ്ട് ഈ മൂന്ന് സംഘടനകൾ. നമുക്കൊരു LIC എടുക്കുന്നതിലും കൂടുതലും നല്ലത് ഇങ്ങനെയുള്ള സംഘടനയിൽ അംഗമായാൽ മതി എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ എന്ത് പ്രശ്നങ്ങളിലും ഇടപെടാൻ മാ എന്ന സംഘടന, മിമിക്രിക്കാരാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ. ഒരുപാട് മിമിക്രിക്കാരുണ്ട്, അവരെല്ലാവരും സമ്മേളിക്കുന്ന വേദിയാണത്. അവർക്കെല്ലാം വലിയ ഓപ്പർച്യൂണിറ്റീസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ധൈര്യമായിട്ട് സുരേഷ് ഏട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഒരു സന്തോഷം. പിന്നെ ഇപ്പം മിമിക്രി താരങ്ങളാണ് സിനിമയിൽ മുഴുവൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. മിമിക്രിയിൽ നിന്ന് വളർന്നു വന്നപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ പലരും ഈ മിമിക്രിയിൽ നിന്ന് വളർന്നു വന്നവരാണ് സിനിമയിൽ ഒരുപാട് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടും, ഒരുപാട് പേരുടെ ജീവിതം, കുടുംബം സേഫ് ആയിട്ടിരിക്കും. നമ്മൾ കുറേ പ്രൈസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കൂപ്പൺ കൂടിപ്പിച്ചുള്ളൂ, അത് ഞങ്ങളുടെയാണ്. അത് TV ആണ്, മൈജിയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഗെയിം ഷോയ്ക്ക് അജ്മി കുറേ പ്രൈസ്. പിന്നെ വേറൊരു ഗെയിം ഷോ IF എന്ന ഫർണിച്ചറുടെ ഒരു ബെഡ്റൂം തന്നെ സെറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ട് തരും. അപ്പൊ എല്ലാത്തിലും അവിടെ സെറ്റ് ചെയ്ത് തരും. പിന്നെ അതുകൂടാതെ നിങ്ങൾ 75,000 രൂപയുടെ ഒരു ബെഡ്റൂം സെറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് 15,000 രൂപയ്ക്ക് വരും ഡിസ്കൗണ്ട്. അത്ഭുതപ്പെട്ടാ? ഇതാണ് കുഴപ്പം. ഞാൻ ഫ്ലാറ്റ് എടുത്തപ്പം ധൈര്യമായിട്ട് സെറ്റ് ചെയ്യിപ്പിക്കും നമ്മള്. അതിന് അവിടെ കൂപ്പൺ എടുപ്പം, അതിൽ നറുക്കെടുപ്പം 75,000 രൂപ സെറ്റ് മൊത്തം 15,000 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് തരും. പിന്നെ നിങ്ങൾക്ക് എല്ലാം ഡിസ്കൗണ്ട് തരും അവര്, എന്ത് എടുക്കാൻ പോയാലും. നിങ്ങൾ വേറെ ഏത് ഷോപ്പിൽ ചോദിക്കേണ്ട അപ്പുറത്തേക്ക് ഡിസ്കൗണ്ട് ചെയ്ത് വരും. അങ്ങനെ ഒത്തിരി പരിപാടി ഇത്തവണ ഉണ്ട്. മീറ്റിംഗിൽ ഇരിക്കേണ്ടതാണ്. മീറ്റിംഗിൽ ഇരുന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഗെയിം ഷോ ഒക്കെ ഉള്ളൂ, ഉച്ച കഴിഞ്ഞുള്ളൂ. അപ്പൊ മനോഹരമായ 2 ലൈൻ ഗാനം ഒന്ന് പാടി പ്രേക്ഷകർക്ക് കൊടുക്കാം. പിണക്കമാണോ നീ എൻ്റെ ഇണക്കിളിയേ, എന്നെ മറക്കരുത്, എന്നെ വെറുക്കരുത്, കൺമണി ഒരു നാളും നീ എൻ്റെ ജീവനല്ലേ. പിണക്കമാണോ നീ എൻ്റെ ഇണക്കിളിയേ, എന്നെ മറക്കരുത്, എന്നെ വെറുക്കരുത്, കൺമണി ഒരു നാടും നീ എൻ്റെ ജീവനല്ലേ. പഴയ കാമുകിനൊക്കെ ഓർത്ത് വന്നല്ലേ? അല്ല, ഇത് ഇവിടെ വന്നപ്പോൾ ഇത് പറ്റിയൊരു സ്ഥലമാണ്. നമ്മള് ഇണക്കവും ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഇണക്കമാകണം, അതെല്ലാം ഇവിടെ കറക്റ്റ് ചോദിച്ച പാട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം സൗഹൃദമുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ കാണുന്ന പറഞ്ഞാൽ വലിയൊരു അത്ഭുതം. അപ്പോൾ ഒത്തിരി സന്തോഷം, എല്ലാത്തിലും പങ്കെടുക്കണം. ഓക്കെ, അപ്പോൾ നല്ല നല്ല സന്തോഷങ്ങളുമായിട്ട് ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ ആളുകൾ വരുവാണ്. രാവിലെ തന്നെ എത്തി. രാവിലെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോ വന്നിട്ട്? ഇല്ല, എങ്ങനെയാണ് വന്നത്? ഇനി ചെയ്യാനുണ്ട് ഡ്രസ്സൊക്കെ? അല്ല, എന്തൊക്കെ പരിപാടിക്കുണ്ട്? ഞാൻ ഫാഷൻ ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ. അത് എല്ലാം സെറ്റപ്പായിട്ടാ വന്നേക്കുന്നത്. എത്ര വർഷമായി എത്ര വർഷമായി ഫീൽഡില്ല? ഈ മായില് ഞാൻ ന്യൂ മെമ്പറാ. ഫസ്റ്റ് ടൈമാണ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം മറ്റേ ആത്മാ സംഘടനയും ഈ സംഘടനയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവരും പ്രോഗ്രാമിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തോ മുൻപരിചയമുള്ള പോലെയാണ് എല്ലാവരും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം നല്ലോണം ഉണ്ടായിരുന്നു. എന്താണ് മെയിനായിട്ട് മിമിക്രിയിൽ എന്താണ് ചെയ്യാറുള്ളത്? സ്കിറ്റുകൾ ചെയ്യും. ഏറ്റവും ഹിറ്റ് അടിച്ച സ്കിറ്റ് ഏതായിരുന്നു? അത് ഏഷ്യാനെറ്റിലുള്ളതായിരുന്നു. 2-3 ഉണ്ടായിരുന്നു. പിന്നെ മഴവില്ലും ഹിറ്റ് അടിച്ചിട്ടുണ്ട്. ഒരു കള്ളു കുടിക്കുന്നതായിട്ട്. ബാറിൽ ചെന്നിട്ട് ഫസ്റ്റ് ടൈം ഒരു പെൺകുട്ടി കള്ളു കുടിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ അത് കുറച്ച് വൈറലായിരുന്നു. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ചെയ്യണ്ട, ഞാനിവിടെ ബാർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ചെയ്ത് തന്നാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ കുപ്പിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് തരാം. ഇപ്പൊ വേണ്ടി തർക്കം മതി, ചെയ്തു തരില്ലേ? അപ്പൊ നമ്മള് ഒരു ലക്കി ഡ്രോയില് ഇതൊക്കെ ഇട്ടല്ലോ അല്ലേ? പ്രൈസ് ഒക്കെ അടിച്ചോണ്ട് പോകുള്ളൂ. കുറേ പ്രൈസുകളുണ്ട്. മൈജിയുടെ പ്രൈസ്, അജ്മിയുടെ പ്രൈസ്,
IFAയുടെ പ്രൈസ് അങ്ങനെ കുറെ എല്ലാം മേടിച്ചോണ്ട് പോകല്ലോ കേട്ടോ. ഉറപ്പായിട്ടും എല്ലാം ഞാനേ കൊണ്ടുപോകും. എല്ലാം ഉറപ്പിച്ചോ? അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു. താങ്ക് യു താങ്ക് യു താങ്ക് യു. അങ്ങനെ എത്ര കലാകാരന്മാരെല്ലാവരും വരുന്നുണ്ട്. നമ്മൾ ഒത്തിരി മുഖങ്ങൾ കണ്ട് പോകുന്ന മുഖങ്ങൾ. ഹലോ, എന്തുണ്ട് വിശേഷം? നന്നായിരിക്കുന്നു. സുഖല്ലേ? അപ്പൊ ഞങ്ങള് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന്. അതെ ഭയങ്കര എന്താ നിങ്ങൾക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് ഇത്തവണ വന്നു കയറിയപ്പോ? അന്ന് ഭയങ്കര രസമുണ്ട് കേട്ടോ. എല്ലാ വർഷവും നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഉത്സവത്തിന് വരുന്നൊരു പ്രതീതിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ പ്രോഗ്രാം ചെയ്ത എല്ലാവരും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫാമിലി ഫ്രണ്ട്സാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും വീണ്ടും ഒന്നും കൂടെ ഒരുമിച്ച് കാണുക എന്ന് വെച്ചാൽ ഒരു വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു എല്ലാ വർഷത്തിലും ഒന്നും കൂടെ അടിപൊളിയായില്ലേ തോന്നുന്നു. അടിപൊളിയാണ്. ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഈ വർഷം. നമ്മൾ വരിക, എല്ലാവരും കാണുക, ചിരിക്കുക, പോവുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ കുറച്ച് കലാപരിപാടികൾ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം വന്നപ്പോൾ കൈ നിറയെ സമ്മാനങ്ങളാണല്ലോ തരുന്നത്. അതൊരു ഭയങ്കര സന്തോഷം. നമ്മളത് ഏറ്റെടുത്തു. മൈജിയുടെ സമ്മാനം, അജിമിയുടെ സമ്മാനം, IFAയുടെ സമ്മാനം നമ്മളങ്ങ് ഏറ്റെടുത്തു. ഈ സംഘടന നമ്മൾ ഈ കുടുംബത്തിലെ അംഗമായി. താങ്ക് യു. ഇനിയുള്ള കാലം അങ്ങനെയാണ്. അതെ, ഇനിയുള്ള കാലം നമ്മൾ ഒരുമിച്ച് അങ്ങ് പൊളിക്കും, അടിച്ചങ്ങ് പൊളിക്കും. അപ്പൊ നമ്മള് പല സ്റ്റൈലിൽ പല സാധനങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ട സ്റ്റൈലിൽ എല്ലാവരോടും അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു പരിപാടി തുടങ്ങാൻ പോകുന്ന പറയാം. എല്ലാരും അകത്ത് കയറി ഇരി. എന്റെ സ്റ്റൈൽ അതാണ്. അതല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേണേ കയറി ഇരുന്നോട്ടെ. അങ്ങനെ പറഞ്ഞാലല്ലേ എല്ലാരും പെട്ടെന്ന് കയറത്തുള്ളൂ. അത് പൊളിച്ചോട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷം. എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ട് പോകുമല്ലോ. ഗെയിം ഷോയിലൊക്കെ പങ്കെടുക്കില്ലേ? ഫാഷൻ ഷോയിലില്ലേ? ഫാഷൻ ഷോയില് ഈ കവാന്ന് നടക്കുന്ന ഞാനെങ്ങനെ ഫാഷൻ ഷോയിൽ കയറി കാണിക്കുന്നു? ഫാഷൻ ഷോയിലൊക്കെ പോകുമ്പോൾ മിനിമം നടക്കാനെങ്കിലും നമ്മൾ പഠിക്കണം. 10 സ്റ്റെപ്പ് പോകുമ്പോ 11ാമത്തെ സ്റ്റെപ്പ് ഉരുണ്ട് വീഴുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടില്ല. ഗെയിം ഷോയ്ക്കൊക്കെ ഉണ്ട്. വടംവലിക്ക് കൂടില്ലേ? എല്ലാത്തിനും. അപ്പൊ പ്രൈസ് അടിച്ചോണ്ട് പോകണം കേട്ടോ. വണ്ടി ബുക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. വന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ. ഒത്തിരി സന്തോഷം. അങ്ങനെ ഓരോ കലാകാരിമാർ നമുക്കറിയാം. മലയാള സിനിമയ്ക്ക് അഭിമാനം, അതോടൊപ്പം മ്യൂക്രി ആർട്ടിസ്റ്റുള്ള അഭിമാനമാകുന്ന കുറെ ആളുകളെ അടുത്ത കലാകാരി എത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? സന്തോഷം. അന്ന് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി ഇവിടെ? അയ്യോ, എല്ലാ പ്രോഗ്രാമിനും ഞാൻ വരാറുണ്ട്, എല്ലാ അസോസിയേഷൻ പ്രോഗ്രാമിനും. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി ആളുകളെ കാണുന്നു അല്ലേ? ഒരുപാട് ആളുകൾ. അതായത് പക്ഷെ നല്ല ഓരോ വർഷം മാറും തോറും ഓരോരോ ഡിഫറൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നന്നാവുകയാണ്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു, വ്യക്തികളിൽ മാറുന്നു, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാറ്റം വരുന്നുണ്ട്. അതെല്ലാം എനിക്ക് തോന്നുന്നു സീരിയല് ഉണ്ട്, ഇപ്പം മായിലുണ്ട്, ആത്മയിലുണ്ട്, എല്ലാ സംഘടനയിലും ഇങ്ങനെ നിൽക്കാൻ കൊണ്ട് ഒരു ഭാഗ്യമല്ല അല്ലേ? അല്ല, നമ്മുടെ കഴിവാണല്ലോ എല്ലാ സംഘടനയും നമ്മൾ എത്തിക്കുന്നത് അല്ലേ? ഉറപ്പായിട്ടും. ഈ സ്റ്റേജിൽ സ്കിറ്റുകളാണോ ചെയ്യുന്നത്? മിമിക്രി എന്ന നിലയിൽ സ്കിറ്റാണ് ചെയ്യുന്നത്? സ്കിറ്റ് ചെയ്യാറ് ഞാൻ കാലിക്കറ്റിലെ ഫസ്റ്റ് മെമ്പർ ആയിരുന്നു. അസോസിയേഷൻ ആദ്യത്തെ മെമ്പർ ആയിരുന്നു കാലിക്കറ്റ് എന്നുള്ള. അപ്പോൾ അന്ന് ടിനി ചേട്ടനാണ് ഫസ്റ്റ് ഇതിലേക്ക് അസോസിയേഷനിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്തത്. പിന്നെ അങ്ങനെ വന്നു. അന്ന് മുതലേ ഞാൻ യൂഷ്വലി അന്ന് മെയിനായിട്ട് മാസ്റ്റർ പീസ് ആയിട്ട് ചെയ്തത് ശോഭന ചേച്ചീൻ്റെ നാഗവല്ലി ആയിട്ടായിരുന്നു. അത് നാഗവല്ലിന്റെ ആ ഒരു ലാസ്റ്റ് അതാണ്. അല്ലല്ല, വിത്ത് ഡയലോഗോട് കൂടിയിട്ട് അത് എക്സ്പ്രസ് ചെയ്തിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പൊ റീസെന്റ് ഞാൻ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു, ഫാഷൻ ഷോ. അതായത് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അപ്പൊ അതില് ഫസ്റ്റ് കിട്ടി. പിന്നെ അവിടുന്ന് ദുബായിൽ പോയി, അവിടെയും വിൻ ചെയ്തു. അന്ന് ആ നാഗവല്ലി ചെയ്തത് ഓർക്കുന്നുണ്ട്. 2 ഡയലോഗ് നാഗവല്ലിയുടെ ഒന്ന് ചെയ്യൂ. കാലത്തെ പറഞ്ഞതാണല്ലോ വൈകിട്ട് അല്ലിക്ക് അവരെടുക്കാൻ പോകുന്നത്. എന്താ പോണ്ടേ? അതെന്താ പോയാല്? விடமாட்டே அப்ப நீ என்ன எங்கிறது போக விட மாட்டே. அயோக்கிய நாய், உனக்கு எவ்வளவு தைரியம் இருப்ப? இப்போ என் கண் முன்னாடி நிற்ப. இன்னைக்கு துர்காஷ்டமி, உன்னை ഞാൻ കൊന്ന് രക്തത്തെ കുടിച്ച് ഓങ്കാരം നടമാടേ. ഇത് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇതിന്റെ ഹിന്ദി വേർഷൻ ഞാൻ അവിടെ ചെയ്തു, ഡൽഹിയിൽ ചെയ്തു. അത് വിത്ത് സോങ്, ഡാൻസ് എല്ലാം അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് ചെയ്തു.
അപ്പം ടാലന്റ് റൗണ്ട് ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ അവിടെ ഫസ്റ്റ് ആയിരുന്നു. അവിടെ അപ്പോൾ ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു സോ ഇനിയും മച്ച്. ഒത്തിരി നല്ല കലാകാരിയായിട്ട് അറിയപ്പെടുന്ന കലാകാരിയായിട്ട് മാറട്ടെ. ഇപ്പോഴും അറിയപ്പെടുന്ന അതിൻ്റെ അപ്പുറത്തേക്ക് അറിയപ്പെടുന്ന കലാകാരിയായിട്ട് മാറട്ടെ. എന്തായാലും ഈ സംഘടനയിൽ വന്നതിലും ഇവർക്കും അഭിമാനിക്കാം, താങ്കൾക്കും അഭിമാനിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും സന്തോഷം. താങ്ക് യു. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.